മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട പരിപാടിയാണ് ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്യുന്ന സ്റ്റാർ മാജിക്. 7 വർഷത്തെ നീണ്ട യാത്ര, 1000 എപ്പിസോഡുകൾ. അന്ന് മുതൽ ഇന്ന് വരെ റേറ്റിംഗിൽ തന്നെ മുൻപോട്ട് പോകുന്ന സ്റ്റാർ മാജിക് അവസാനിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് 2 ദിവസം മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സ്റ്റാർ മാജിക്കിന്റെ ഫാൻ പേജിലൂടെ ഒരു പുത്തൻ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു. പോസ്റ്റിൽ കുറിച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു: 7 വർഷത്തെ നീണ്ട യാത്ര, 1000 എപ്പിസോഡുകൾ. ഇനി ഇതെല്ലാം വെറും ഓർമ്മ മാത്രം. ഇതിന് പിന്നാലെയാണ് സ്റ്റാർ മാജിക് അവസാനിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത്. എന്നാൽ ഇതിൽ സത്യമില്ല എന്ന് തന്നെയായിരുന്നു ആരാധകരെന്ന് കരുതിയിരുന്നു. എന്നാൽ വാർത്തകളൊക്കെ രൂക്ഷമായിട്ടും ചാനലിന്റെ അധികൃതരോ ഷോ ഡയറക്ടറോ ഷോയുടെ അണിയറ പ്രവർത്തകരോ ഇതിനൊരു പ്രതികരണം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നില്ല. ഇപ്പോൾ ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ടത് സ്റ്റാർ മാജിക് അവസാനിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ചാണ്. സ്റ്റാർ മാജിക് അവസാനിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയതിന് പിന്നാലെ ഇതിനെ ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള വാർത്തകൾ തന്നെയായിരുന്നു പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത്. ഷോയുടെ ഡയറക്ടർ അനൂപ് ജോൺ ആയിരുന്നു. അനൂപ് ജോൺ സ്റ്റാർ മാജിക്കിൽ നിന്നും പിന്മാറിയതിന് പിന്നാലെയാണ് പരിപാടി അവസാനിപ്പിക്കാൻ പോകുന്നത് എന്നും അതുപോലെ തന്നെ പരിപാടിയിലെ ചില താരങ്ങൾ തമ്മിലുണ്ടായ വാക്ക് തർക്കവും ഷോയുടെ റേറ്റിംഗ് കുറഞ്ഞതുകൊണ്ടായിരിക്കും അവസാനിപ്പിക്കാൻ കാരണമെന്നൊക്കെയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരുന്ന വാർത്തകൾ. എന്നാൽ ഇതിനൊരു സത്യാവസ്ഥ ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല. സ്റ്റാർ മാജിക് അവസാനിച്ചു എന്നുള്ള ഔദ്യോഗിക വിധി തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതേസമയം മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഗെയിമിംഗ് ഷോ ആയിരുന്നു സ്റ്റാർ മാജിക്. തുടക്കത്തിൽ ഡമാർ പടാർ എന്ന പേരിലായിരുന്നു ഈ പരിപാടി സംപ്രേഷണം ചെയ്തിരുന്നത്. പിന്നീട് പുതിയ ഭാവത്തിലും രീതിയിലും സ്റ്റാർ മാജിക് എന്ന രൂപത്തിലേക്കായി മാറുകയായിരുന്നു. മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരിപാടിയായിരുന്നു സ്റ്റാർ മാജിക്. മറ്റെല്ലാ റിയാലിറ്റി ഷോകളിലെയും പിന്നിലാക്കിക്കൊണ്ട് ഉയർന്ന വിജയമാണ് സ്റ്റാർ മാജിക് നേടിയത്. ഇടയ്ക്ക് എപ്പോഴോ പഴയ താരങ്ങളിലൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ആദ്യമുണ്ടായിരുന്ന ആളുകളെല്ലാം പരിപാടിയിൽ നിന്നും പുറത്തു പോകാൻ തുടങ്ങി. അതോടെ പരിപാടി റേറ്റിംഗ് കുറഞ്ഞു എന്നായിരുന്നു ആരാധകരും പറഞ്ഞിരുന്നത്. എന്നാൽ സ്റ്റാർ മാജിക് കാണാൻ അന്നും ഇന്നും ലക്ഷക്കണക്കിന് ആരാധകരായിരുന്നു ഉണ്ടായിരുന്നത്. സ്റ്റാർ മാജിക്കിലെ ഓരോ താരങ്ങളെയും സ്വന്തം വീട്ടിലെ അംഗങ്ങളെ പോലെയായിരുന്നു ആരാധകർ കണ്ടിരുന്നത്. സ്റ്റാർ മാജിക്കിലെ പ്രധാന കണ്ണിയായിരുന്നു കൊല്ലം സുധി. സ്റ്റാർ മാജിക്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കവെ തന്നെയായിരുന്നു ഒരു കാർ അപകടത്തിൽപ്പെട്ട് കൊല്ലം സുധി മരണപ്പെട്ടത്. സ്റ്റാർ മാജിക്കിലൂടെയാണ് അദ്ദേഹത്തെ ഇന്നും ആരാധകർ ഓർത്തിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച സ്റ്റാർ മാജിക്കിന് ഇപ്പോൾ അവസാന നാളുകളാണ് എന്നുള്ള വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത്. അതേസമയം സ്റ്റാർ മാജിക് അവസാനിച്ചു എന്നും സ്റ്റാർ മാജിക് ഉടൻ തന്നെ പുറത്തു വരുമെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെയായാലും സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക.